ഇന്ന് യഥാർത്ഥത്തിൽ മനുഷ്യൻ ഏറ്റവും അധികം തമ്മിൽ തല്ലി മരിക്കുന്നതും കലഹിക്കുന്നതും വിഘടിക്കുന്നതും പിരിഞ്ഞു പോകുന്നതും മതത്തിൻ്റെ പേരിലാണ്. യഥാർത്ഥത്തിൽ ഇതെല്ലാം ചെയ്യുന്നത് ആരാണ് എന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഒരുവൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുകയും അവൻ ക്രിസ്തുവിനെ അറിയാതിരിക്കുകയും വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ അവൻ പഠിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ എങ്ങനെയാണ് ക്രിസ്ത്യാനിയായി തീരുന്നത്? യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ക്രിസ്ത്യാനിയായി തീരുന്നത് അവൻ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോഴും ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ അവൻ ചെയ്യുമ്പോഴുമാണ്. ക്രിസ്തു പറഞ്ഞത് അവൻ അറിയുക പോലുമില്ല, ക്രിസ്തു പറഞ്ഞതനുസരിച്ച് അവൻ ജീവിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ അവൻ ഒരിക്കലും ക്രിസ്ത്യാനിയായി തീരുന്നില്ല. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ അവനാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി എന്ന് അറിയപ്പെടുന്നവൻ. അവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. കാരണം ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിക്കുന്നവൻ അവനാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി. ക്രിസ്തു പറഞ്ഞു, നിന്നെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ആരാണ് മുസൽമാൻ? പരിശുദ്ധ ഖുർആൻ അറിയുകയും മുഹമ്മദ് നബി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുകയും നിസ്കാരങ്ങൾ മുടങ്ങാതിരിക്കുകയും ചെയ്യുന്നവൻ അവനല്ലേ യഥാർത്ഥ മുസൽമാൻ. ഖുർആനെക്കുറിച്ച് അറിയുകയോ നബി പറഞ്ഞ വചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് മുസൽമാനായി തീരുന്നത്? അവിടെയും നബി എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും ഉൾക്കൊള്ളുവാനുമാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധവും പരിഭാവനവുമായ ഗീതയും രാമായണവും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നതെന്താ? ഒരുവൻ ഹിന്ദുവാണെന്ന് പറയുകയും രാമായണത്തെക്കുറിച്ചോ ഗീതയെക്കുറിച്ചോ ഒന്നും അറിയാതിരിക്കുകയും അതനുസരിച്ച് ജീവിത ചിട്ടപ്പെടുത്താതിരിക്കുകയും ചെയ്താൽ അവൻ എങ്ങനെയാണ് ഹിന്ദുവായി തീരുന്നത്? രാമനും കൃഷ്ണനും ശിവനും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അവൻ യഥാർത്ഥത്തിൽ ജീവിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു ആയിത്തീരുന്നത്. ധർമ്മങ്ങളെ മുറുക്കെ പിടിക്കുന്നവൻ, സദാനത ധർമ്മമനുസരിച്ച് ജീവിക്കുന്നവൻ എങ്കിൽ മാത്രമേ അവൻ ഹിന്ദുവാകുകയുള്ളൂ. ക്രിസ്ത്യാനിയാണ് എന്ന് അഭിമാനത്തോടെ ജീവിക്കുന്നവൻ ക്രിസ്തുവിനെ അറിയുന്നില്ലെങ്കിൽ, ക്രിസ്തു പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ അവൻ വെറും നാമധേയ ക്രിസ്ത്യാനിയാണ്. മുസൽമാനാണെന്ന് പറഞ്ഞ് ജീവിക്കുകയും ഖുർആൻ അറിയാതിരിക്കുകയും നബി പറഞ്ഞതനുസരിച്ച് ജീവിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ വെറും നാമധേയ മുസൽമാനാണ്. ഗീതയും രാമായണവും ഒക്കെ അറിയാതെ നീതിസാരത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ജീവിക്കാതെ അതിനെക്കുറിച്ച് ഒരറിവുമില്ലാതെ ജീവിക്കുന്നവൻ വെറും ഹിന്ദുവാണെന്ന് നാമധേയത്തിൽ മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. ഈ 3 മഹത് ഗ്രന്ഥങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മളെ നയിക്കുന്നതും നന്മയിലേക്കാണ്. അവർ നമുക്ക് കാട്ടിത്തന്നതും നന്മയുടെ മാർഗങ്ങളാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാനും എല്ലാത്തിനെയും ഉൾക്കൊണ്ട് ജീവിക്കുവാനുമാണ്. ഒന്ന് ചിന്തിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, കാലങ്ങൾക്ക് മുമ്പ് പുറകോട്ട് പോയാൽ നമ്മളൊക്കെ ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിച്ചത്? അന്നിവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആരുടെയും ഉള്ളിൽ ആ ചിന്തകളില്ലായിരുന്നു. സഹോദരന്മാർ അല്ലെ സഹോദരന്മാരുള്ള ചിന്തയിലാണ് അന്ന് ഈ ഭൂമിയിൽ എല്ലാവരും ജീവിച്ചിരുന്നത്. അമ്പലങ്ങളിലും പള്ളികളിലും മോസ്കിലുമൊക്കെ പരസ്പരം കയറിയിറങ്ങി എല്ലാ ആചാര അനുഷ്ഠാനങ്ങൾ പരസ്പരം പങ്കുവെച്ച് ജീവിച്ച ഒരു കാലഘട്ടം നമുക്കെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാവരുടെയും ഉള്ളിലേക്ക് ആരൊക്കെയോ ചേർന്ന് വിഷം കുത്തിവെച്ച് മനുഷ്യനെ തമ്മിലടിപ്പിച്ചു. നമ്മൾ എന്തെങ്കിലും നേടുന്നുണ്ടോ സ്നേഹമുള്ളവരെ? നമ്മൾ ഒരു അപകടം പറ്റിക്കിടന്നാൽ, നമ്മളൊരു ആപത്ത് പറ്റിക്കിടന്നാൽ നമ്മളെ എടുത്തുകൊണ്ട് പോകുന്നത് ആരാണെന്ന് നമുക്കാർക്കും അറിയില്ല. നമ്മുടെ ദേഹത്തേക്ക് കയറ്റുന്ന ബ്ലഡ് ഏത് മതത്തിൽപ്പെട്ടവൻ്റെ ആണെന്ന് നമ്മൾ അറിയുന്നുണ്ടോ? നമ്മളെ ചികിത്സിക്കുന്നത് ഏത് മതത്തിൽപ്പെട്ടവരാണ്, ഏത് ഡോക്ടർമാരാണ്, ഏത് നേഴ്സുമാരാണ്, ആംബുലൻസ് ഓടിക്കുന്നവനാരാണ്, നമ്മൾ ആ സമയത്ത് നമ്മളെ പരിചരിക്കുന്നവരാരാണ്? ഇതൊന്നും നമുക്കറിയത്തില്ലല്ലോ.
വലിയ കൊടും പട്ടിണിയും ദാരിദ്ര്യവും വരുമ്പോൾ പരസ്പരം നമ്മൾ പങ്കിട്ട് ഭക്ഷിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്നില്ലേ? അപ്പോൾ നമുക്ക് ഹിന്ദുവുമില്ല, ക്രിസ്ത്യാനിയുമില്ല, മുസൽമാനുമില്ല. ഇതൊക്കെ നമുക്കുണ്ടാകുന്നത് എപ്പോഴാണെന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. സാഹോദര്യത്തോടെ, സ്നേഹത്തോടെ, ഐക്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിക്കുവാൻ ഒരന്തരീക്ഷം എല്ലാവരുടെയും മനസ്സിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.